Hello friends, Technique Malayalamത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് മൈക്രോമാക്സിന്റെ മറ്റൊരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ ആണ്. ഇതിന്റെ പേരാണ് മൈക്രോമാക്സ് ഇൻ 2C. അപ്പോൾ വീണ്ടും ഒരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ ആയിട്ടാണ് മൈക്രോമാക്സ് വന്നിരിക്കുന്നത്. ഈ ഡിവൈസിന്റെ പ്രൈസിങ് ഈ വീഡിയോ ഉണ്ടാക്കുന്ന സമയത്ത് അനൗൺസ് ചെയ്തിട്ടില്ല. എങ്കിലും എൻ്റെ ഒരു ഊഹം വെച്ച് ഒരു 8,000 to 10,000 അല്ലെങ്കിൽ 9,000 ആ റേഞ്ചിലാവാനാണ് ചാൻസ് സ്പെക്സ് വെച്ച് നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ വരും നമുക്ക് നോക്കാം. ഇതിനകത്ത് ഒരു HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. അതേപോലെ 5000 mAh കപ്പാസിറ്റി ബാറ്ററി ഉണ്ട്. 8 മെഗാപിക്സൽ റിയർ ക്യാമറ, 5 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. അതേപോലെ യൂണിസോക്കിന്റെ T610 ഒക്ടോകോർ പ്രോസസ്സറാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം ഭേദപ്പെട്ട ഒരു ഹാർഡ്വെയർ ആസ്പെക്ട് ആണ് ബഡ്ജറ്റ് സെഗ്മെന്റിൽ കൊടുത്തിരിക്കുന്നത്. 3+32 GB സ്റ്റോറേജ് ആണ് വരുന്നത്. ഒരേ ഒരു വേരിയന്റ് ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിനകത്ത് 3+32 GB ആണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ വീണ്ടും ഒരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ ആണ് മൈക്രോമാക്സിന്റെ ഇൻ 2C. ഇതിന്റെ അൺബോക്സിംഗ് തുടങ്ങാം. അതിനൊപ്പം തന്നെ നമ്മൾ ഇതിന്റെ ക്യാമറ സാമ്പിൾസും ഇതിന്റെ ഫീച്ചേഴ്സും സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് എല്ലാം തന്നെ പറയുന്നതാണ്. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഇമ്പോർട്ടന്റ് ആണ്, കാരണം സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്, ഒറ്റ ബ്ലോട്ട്വെയർസ് പോലും ഇല്ല എന്നാണ് മൈക്രോമാക്സ് അവകാശപ്പെടുന്നത്. നമുക്കത് നോക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മൈക്രോമാക്സ് ഇൻ 2Cന്റെ അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് മൈക്രോമാക്സ് ഇൻ 2Cന്റെ അൺബോക്സിംഗിലേക്ക് കിടക്കാം. ഇതാണ് ബോക്സ് പാക്കേജ്. അവിടെ നമുക്ക് എഴുതിയാണ് വി ആർ ഇൻ ഫോർ ഇന്ത്യ എന്ന് എഴുതിയതാണ്. 2C ഇൻ മൈക്രോമാക്സ് എഴുതിയാണ്. ഇതിന്റെ വില നമുക്ക് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് അറിയില്ല. പ്രോബ്ലി ഒരു 8,000 to 10,000 ഉള്ളിൽ, 8,000 to 10,000 ഉള്ളിലായിരിക്കുന്നതാണ് വിചാരിക്കുന്നത്. അപ്പോൾ ബോക്സ് ഒരു ഗ്രീനിഷ് കളറാണ് വരുന്നത്. ബോക്സിന്റെ ബാക്കിൽ ബേസിക് സ്പെക്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. 3 GB റാം ആണ് വരുന്നത്, 32 GB സ്റ്റോറേജ് ആണ് വരുന്നത്. ഒരു വേരിയന്റ് ഉള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിനകത്ത് എന്താ പറയുക, യൂണിസോക്കിന്റെ T610 ഒക്ടോകോർ പ്രോസസ്സറാണ്. 6.52 ഇഞ്ച് മിനി ഡ്രോപ്പ് ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേന് വരുന്നത്. 8 മെഗാപിക്സൽ AI ഡ്യുവൽ ക്യാമറയാണ് റിയർ ക്യാമറ വരുന്നത്. 5 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. 5000 mAh കപ്പാസിറ്റി ബാറ്ററി ഉണ്ട്. 10 watt ചാർജിങ് ആണ് വരുന്നത്. പ്യൂർ ആൻഡ്രോയിഡ് ആണ്. നോ ആഡ്സ്, നോ ബ്ലോട്ട്വെയർസ് ആണ് അവരുടെ ക്യാപ്ഷൻ. അപ്പോൾ വളരെ ബേസിക് ആയ ഒരു എൻട്രി ലെവൽ സ്മാർട്ട് ഫോണാണ് മൈക്രോമാക്സ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കാണുന്നത് മൈക്രോമാക്സ് ഇൻ 2C ആണ്. ബോക്സിൻ്റെ അകത്ത് വേറെ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് കിട്ടുന്നത് ഒരു കേസാണ്. കേസ് കണ്ടില്ലേ, അത്യാവശ്യം നല്ലൊരു കേസാണ്. TPU കേസാണ് വരുന്നത്. പിന്നെ ഒരു സ്ക്രീൻ ഗാർഡും ഇൻക്ലൂഡറാണ്. പിന്നെ നമുക്ക് ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും ബേസിക് ഇൻഫർമേഷൻ എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു മൈക്രോമാക്സ് ബ്രാൻഡഡ് ചാർജറാണ്. ഇതുണ്ടല്ലേ, ഇൻ ചാർജറാണ്. ഒരു 10 watt ചാർജറാണ്. ബേസിക് 5 volt 2 ampere 10 watt ചാർജറാണ് വരുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു USB Type-C കേബിളാണ്. ഇൻഫാക്റ്റ് അതുകൊണ്ടില്ലേ, USB to Type-C കേബിളാണ്. അതൊരു നല്ല ആസ്പെക്റ്റാണ്. ബഡ്ജറ്റിലും Type-C കേബിൾ വന്നിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫോണിൻ്റെ ഡിസൈൻ ആദ്യം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ക്യാമറ യൂണിറ്റ് ആണ് വരുന്നത്. AI ക്യാമറ എന്ന് ഇത് കാണാം. ഒരു 8+ ഡെപ്ത് സെൻസറാണ് വരുന്നത്. ഇവിടെ നമുക്ക് LED ഫ്ലാഷ് കാണാം. ഇൻ ബ്രാൻഡിങ് കാണാം. ഇവിടെ ഒരു ഡ്യുവൽ ടോൺ ഫിനിഷിംഗ് ഉണ്ട്. പിന്നെ ഒരു പാറ്റേൺ കണ്ടില്ലേ, 4 ഭാഗത്തേക്കും പോകുന്ന ഒരു പാറ്റേൺ ഉണ്ട്. കുഴപ്പമില്ലാത്ത ഒരു ഫിനിഷിംഗ് ആണ് വരുന്നത്. ഒരു ബ്രൗണിഷ് കളറാണ് വരുന്നത്. ബ്രൗൺ ആൻഡ് സിൽവർ 2 കളറിലാണ് അവൈലബിൾ ആവുന്നത്. ഇവിടെ ഒരു ഇൻ ബ്രാൻഡിങ് കാണാം. താഴെ നമുക്കൊരു സ്പീക്കർ യൂണിറ്റ് കാണാം. USB Type-C പോർട്ടും 3.5mm ഓഡിയോ ജാക്കാണ് താഴെ വരുന്നത്. മോൾ ഭാഗത്ത് ഓപ്പണിങ്സോ സ്ലോട്ട്സോ ഒന്നും തന്നെ ഇല്ല. ഇവിടെ നമുക്ക് കിട്ടുന്ന പവർ ആൻഡ് വോളിയം കീസ് ആണ്. ലെഫ്റ്റ് സൈഡിൽ സിം ട്രേ ആണ്. ഈ സിം ട്രേ ഡെഡിക്കേറ്റഡ് SD കാർഡ് സപ്പോർട്ട് ഉണ്ട്. അതായത് 2 സിം കാർഡും ഒരു SD കാർഡ് സപ്പോർട്ടും ഉണ്ട്. ഇതിനകത്ത് ഫിംഗർ പ്രിന്റ് സ്കാനർ ഇല്ല. ഫേസ് അൺലോക്ക് ഇൻക്ലൂഡഡ് ആണ്, പക്ഷേ ഫിംഗർ പ്രിന്റ് സ്കാനർ ഇൻക്ലൂഡഡ് അല്ല. ബഡ്ജറ്റ് സെഗ്മെന്റ് ആയതുകൊണ്ട് ഇൻക്ലൂഡഡ് അല്ല. നമുക്കിവിടെ ഒരു HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് വരുന്നത്. താഴത്തെ ബെസൽസും സൈഡിലെ ബെസൽസും എല്ലാം കുഴപ്പമില്ല. ഒരു ബഡ്ജറ്റ് സെഗ്മെന്റിൽ വേണ്ട ഉള്ള ഒരു ബേസിക് ഓപ്ഷൻസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വേഗം തന്നെ സെറ്റപ്പ് ചെയ്യാം, എന്നിട്ട് ഇതിനകത്തേക്ക് വരാം. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. നമുക്ക് കാണാം ഡിസ്പ്ലേ ക്വാളിറ്റി അത്യാവശ്യം കുഴപ്പമില്ല. ഒരു HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണെങ്കിൽ പോലും നല്ല കളേഴ്സ് ഉണ്ട്. അതേപോലെ ടച്ച് റെസ്പോൺസും വളരെ സ്മൂത്ത് ആയിട്ട് എനിക്ക് തോന്നി. കുഴപ്പമില്ലാത്ത ഒരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണ് വരുന്നത്. പിന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിൻ്റെ കാര്യം പറയുമ്പോൾ വളരെ ക്ലീൻ ആൻഡ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് വരുന്നത്. നിങ്ങൾക്ക് കാണാം ഒറ്റ തേർഡ് പാർട്ടി ആപ്സ് പോലും ഇൻസ്റ്റാൾഡ് അല്ല. എല്ലാം തന്നെ വളരെ ബേസിക് ആയ ആപ്സാണ്. ഗൂഗിളിൻ്റെ ആപ്സും പിന്നെ FM റേഡിയോയും സൗണ്ട് റെക്കോർഡറും യൂട്യൂബ് മ്യൂസിക്കും മാത്രമേ അഡീഷണൽ ഉള്ളൂ. ബാക്കി എല്ലാം തന്നെ ബേസിക് ആൻഡ്രോയിഡിൽ വരുന്ന ആപ്സാണ്. അപ്പോൾ വളരെ ക്ലീൻ ആൻഡ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് വരുന്നത്. നോട്ടിഫിക്കേഷൻ സെൻറ്റർ കാണാം. അതേപോലെ നമുക്ക് ക്വിക്ക് സെറ്റിംഗ്സ് ഒന്ന് പോകാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം അഡീഷണൽ ഓപ്ഷൻസ് ഒന്നും തന്നെ വരുന്നില്ല. ഇൻ്റലിജൻറ്റ് ഓപ്ഷൻസ് കുറച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ക്വിക്ക് ഓപ്പൺ ക്യാമറ എന്ന് പറഞ്ഞാൽ 3 പോയിൻ്റ് സ്ക്രീൻഷോട്ട്, ഫ്ലിപ്പ് ടു മ്യൂട്ട്, ഈസി ടു ആൻസർ, ഇതെല്ലാം അഡീഷണൽ ഫീച്ചേഴ്സാണ്. പക്ഷേ UI വൈസ് നോക്കുകയാണെങ്കിൽ
ബേസിക് UI ആണ് വരുന്നത്. നമുക്ക് എപ്പോഴും സ്റ്റോക്ക് ആൻഡ്രോയിഡിൽ കിട്ടുന്ന അതേ എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. കുറച്ച് ജസ്റ്റേഴ്സ് സപ്പോർട്ടഡ് ആണ്, അതർവൈസ് സെയിം UI ആണ്. ഇപ്പോൾ നമുക്കൊരു സോഫ്റ്റ്വെയർ കിട്ടുന്നത് ആൻഡ്രോയിഡ് 11 ആണ്, 12 ഇല്ല. ബേസിക് ബഡ്ജറ്റ് സ്മാർട്ട് ഫോണിലൊക്കെ ഇപ്പോഴും ആൻഡ്രോയിഡ് 11 തന്നെ വരുന്നത്. ഇവിടെ നമുക്ക് കിട്ടുന്നത് ആൻഡ്രോയിഡ് 11 ആണ്. അപ്പോൾ ഒരു നല്ല സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ്, ബ്ലോട്ട് വേസ് ഒന്നും തന്നെ ഇല്ല. അതേപോലെ നമുക്ക് ഈ ബേസിക് UI ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടും. ബഡ്ജറ്റ് അല്ലെങ്കിൽ ഒരു സെക്കൻഡറി സ്മാർട്ട് ഫോണായിട്ട് നമുക്ക് തീർച്ചയായിട്ടും യൂസ് ചെയ്യാവുന്ന ഒരു UI എക്സ്പീരിയൻസ് ആണ്. ഇത് നമുക്ക് ക്യാമറ നോക്കാം. അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറയാണ് വരുന്നത്. അപ്പോൾ അതുണ്ടല്ലേ, വളരെ ബേസിക്കായ UI ആണ്. HDR ഓട്ടോ ഉണ്ട്, പോർട്രേറ്റ് മോഡ് ഇൻക്ലൂഡഡ് ആണ്, പാൻഡ്രോമ പ്രോ മോഡും ഇൻക്ലൂഡഡ് ആണ്. അതേപോലെ വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എത്രയും നോക്കാം, ഫുൾ HD റെസൊല്യൂഷൻ ഉണ്ട്. അത് നല്ല കാര്യമാണ്, കാരണം ഈ പ്രോസസ്സർ യൂണിസോക്കിൻ്റെ T610 1080p 30 FPS സപ്പോർട്ട് ചെയ്യും. പിന്നെ ബാക്കി ബേസിക് ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്ലോ മോഷൻ ഉണ്ട്, അതേപോലെ നൈറ്റ് മോഡും ഇൻക്ലൂഡഡ് ആണ്. നല്ലൊരു ഫീച്ചറാണ്, കാരണം ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ പൊതുവേ നൈറ്റ് മോഡ് വരാറില്ല. പിന്നെ ബേസിക് ക്യാമറ ഫീച്ചേഴ്സ് എല്ലാം തന്നെ വരുന്നുണ്ട്. 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടി കാണാം. ഇതെല്ലാം മൈക്രോമാക്സ് ഇൻ 2C എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വേണ്ട ഒരു ബേസിക് ക്യാമറ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും നമുക്ക് ഇതിന് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്യാമറ സാമ്പിൾസ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എത്രത്തോളം ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് ഈ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ കിട്ടുന്നത്. ഇനി ഇതിൻ്റെ ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു 5000 mAh കപ്പാസിറ്റി ബാറ്ററിന് 10 watt ചാർജിങ് വരുന്നുള്ളൂ. 5000 mAh ഡെഫിനറ്റ്ലി നല്ലൊരു ബാറ്ററി ലൈഫ് നമുക്ക് കിട്ടും. പക്ഷേ ചാർജിങ് സ്പീഡ് 10 watt ഉള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് നല്ലോണം സമയം എടുക്കും, ഒരു 2 മണിക്കൂറിലേറെ ഡെഫിനറ്റ് ആയിട്ട് എടുക്കും. 18 watt തന്നെ ഓൾമോസ്റ്റ് 2 hours എടുക്കും. അപ്പോൾ 10 watt അതിലേറെ എടുക്കും, 3 മണിക്കൂറിനടുത്ത് എടുക്കേണ്ടതാണ്. അപ്പോൾ ബേസിക് ചാർജിങ്ങേ ഉള്ളൂ, കാരണം ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ 10 watt ആണ് വരുന്നത്. പിന്നെ ഇനി ഡിസൈൻ ലാംഗ്വേജ് കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ വെയിറ്റ് പറഞ്ഞാൽ അറൗണ്ട് 180 or 198 grams ആണ്. 8.63 mm ആണ് തിക്നെസ് വരുന്നത്. കുഴപ്പമില്ലാത്തൊരു ഡയമെൻഷൻസ് ആണ്. ലാർജർ ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ മൾട്ടിമീഡിയക്കൊക്കെ നല്ലതാണ്. പിന്നെ ഈ പാറ്റേണും നല്ലതാണ്, ഒരു മാറ്റ് ഫിനിഷാണ്. കണ്ടില്ലേ, 4 ഭാഗത്തേക്കും പാറ്റേണും നല്ലൊരു ഫിനിഷും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഇൻഹാൻഡ് ഫീലൊക്കെ കൊള്ളാം. ഡിസ്പ്ലേ ക്വാളിറ്റി ആണെങ്കിലും ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വേണ്ട ഒരു നല്ല കളർഫുൾ ആൻഡ് വൈബ്രൻറ്റ് ഡിസ്പ്ലേ എന്ന് പറയാം. ബ്രൈറ്റ്നസ് ലെവൽസ് ആണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ ക്ലീൻ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ്, ഡീസൻറ്റ് ക്യാമറ എക്സ്പീരിയൻസ് ആണ് വരുന്നത്. ഇതിൽ മിസ്സിംഗ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ മിസ്സിംഗ് ആണ്. അതാണ് ഒരു ആസ്പെക്റ്റ്. ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ കുറേ ഫോൺസ് മിസ്സിംഗ് ആണ്. അതേപോലെ തന്നെ ചാർജിങ് സ്പീഡും വളരെ ലോ ആണ്, 10 watt വരുന്നുള്ളൂ. ബാക്കിയെല്ലാം കൊണ്ട് തന്നെ ഇതൊരു കുഴപ്പമില്ലാത്തൊരു ഡിവൈസാന്ന് പറയാം ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ. പക്ഷേ ഇതിൻ്റെ പ്രൈസിങ് നമുക്കറിയില്ല. ഇനി സ്റ്റോറേജും റാമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 3 GB റാമും 32 GB സ്റ്റോറേജേ ഉള്ളൂ. നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ഒരേ ഒരു വേരിയൻ്റേ ഉള്ളൂ. അപ്പോൾ 32 GB പ്രോബ്ലി ചിലവർക്ക് കുറവായിരിക്കും തോന്നിയിരിക്കാം, കാരണം ഓൾമോസ്റ്റ് 25 GB നമുക്ക് യൂസബിൾ ഉള്ളൂ 32 GB. അപ്പോൾ വാട്സാപ്പൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ പ്രോബ്ലി സ്പേസ് കുറവായി തോന്നിയേക്കാം. എങ്കിലും നമുക്ക് SD കാർഡ് എക്സ്പാൻഷൻ സ്ലോട്ടിൻ്റെ ഡെഡിക്കേറ്റഡ്, അപ്പോൾ നമുക്ക് അത് വെച്ച് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു മൈക്രോമാക്സ് ഇൻ 2Cൻ്റെ അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. അപ്പോൾ ഈ ഡിവൈസിൻ്റെ പ്രൈസിങ് നമുക്കിപ്പോൾ അറിയില്ല, എങ്കിലും ഞാൻ കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ ടൈറ്റിലോ പോസ്റ്റ് ചെയ്യാം. അറൗണ്ട് 8,000 to 9,000 or 10,000 ഉള്ളിലായിരിക്കാനാണ് ചാൻസ്. ഇതിൻ്റെ പ്രോസസ്സർ ആക്ച്വലി നല്ലതാണ്. യൂണിസോക്കിൻ്റെ T610 ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ നല്ലൊരു പ്രോസസ്സറാണ്. അത്യാവശ്യം നല്ല പെർഫോമിംഗ് പ്രോസസ്സർ കൂടിയാണ്. ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ലെസ് ദാൻ 10,000 rupeesന് ഇതൊരു നല്ല പ്രോസസ്സറാണ്. അപ്പോൾ അതേപോലെ ഡിസ്പ്ലേ ആസ്പെക്റ്റും കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു മൈക്രോമാക്സ് ഇൻ 2Cൻ്റെ അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുന്നൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.